فإذا دخل الشرك في العبادة ഇബാദത്തിൽ ഷിർക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫസദത്, അത് ബാത്തിലാവും, അത് ഫസാദാവും, അത് നിഷ്ഫലമായി പോകും. كما كالحدث إذا دخل في الطهارة أفسدها. എങ്ങനെ ഒരു ഹദസ്, വുളു മുറിയുന്ന എന്തെങ്കിലും സംഭവം, മലമൂത്ര വിസർജനം, അത് അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും തഹാറയിൽ ശുദ്ധിയായിരിക്കെ അതിലേക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മുറിഞ്ഞു പോകുന്ന പോലെ തന്നെ, ആ തഹാറ, ആ വുളു ബാത്തിലായി പോകുന്ന പോലെ തന്നെ ഈ ഇബാദത്തും ബാത്തിലായി പോകും. ഏത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ. എന്നിട്ട് അദ്ദേഹം അവിടെ ആയത്തും പറയും. ഇത് ഷെയ്ഖ് ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ ഇപ്പം വുളുവിന്റെ കാര്യത്തിൽ ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഒരാൾക്ക് വുളു ഉണ്ട്, അയാൾ വുളു എടുത്ത് വലിയ അശുദ്ധിയിൽ നിന്ന് വിമുക്തനാണ്, തഹാറയിൽ വുളു എടുത്ത് നിൽക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ അതിനുശേഷം അദ്ദേഹത്തിന് എന്തെങ്കിലും വുളു മുറിയുന്ന എന്തെങ്കിലും സംഭവങ്ങൾ വന്നു, പിന്നെ അദ്ദേഹം നിസ്കരിച്ച് അദ്ദേഹം നിസ്കാരം സ്വീകരിക്കപ്പെടുമോ? ഇല്ല, അയാൾ വുളു എടുക്കുന്നത് വരെ. അപ്പൊ ഇത് ജനങ്ങൾക്ക് മൊത്തം എന്താണ്, അറിയപ്പെട്ട സംഭവമാണ്. ഒരുത്തൻ വുളു എടുത്തു, അവൻ ഇന്നലെ അതിനുശേഷം ടോയ്ലറ്റ് പോയി, അല്ലെങ്കിൽ അതുപോലെ അവന്റെ കീഴുവായി പോയി. ഇതില് അവന് എന്തെങ്കിലും സംശയം ഉണ്ടാവും, പിന്നെ അവന് വുളു ഉണ്ടോ എന്നുള്ളതിൽ അവന് യാതൊരു സംശയം ഉണ്ടാവില്ല. അവനത് ചെയ്തു എന്ന് അവന് ഉറപ്പാണെങ്കിൽ അവൻ എന്താണ്, 1% പോലും അവന് സംശയം ഉണ്ടാവില്ല അവന്റെ വുളു ബാക്കി ഉണ്ടോ എന്നുള്ളത്. അവന് ഉറപ്പായിരിക്കും അവന്റെ വുളു പോയി, അവൻ ത്വഹാറത്തിലല്ല, ഇനി അവൻ വീണ്ടും ത്വഹാറ മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ അവന്റെ ഇബാദത്തിൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ അവൻ മുശ്രിക്കാണെങ്കിൽ അവന്റെ ഇബാദത്ത് എന്താണ്, സ്വീകരിക്കപ്പെടില്ല. ഇതേപോലെ തന്നെ ഈ വുളു എങ്ങനെ പോയി പോവോ അതേപോലെ തന്നെ അവന്റെ ഇബാദത്തും പോയി. അതാണ് ശേഖ് ഇവിടെ ഇത് ഖിയാസ് ആക്കാനുള്ള കാരണം. മറ്റേത് വളരെ അറിയപ്പെട്ടതായതുകൊണ്ട്. മഫ്ഹൂം? തയ്യിബ്. ഇനി ഷെയ്ഖ് ഇവിടെ പറഞ്ഞത് എന്താണ്, ഷിർക്ക് ഇബാദത്തിൽ നിന്നോ ഇബാദത്ത് ബാത്തിലോ. പിന്നെ അതിന്റെ തെളിവാണ് ഷെയ്ഖ് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് തെളിവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അത്തമീമി അന്നജദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇവിടെ പറഞ്ഞ ആയത്താണ്. മാ കാന ലിൽ മുശ്രികീന അൻ യഅ്മുറു മസാജിദ അല്ലാഹി ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫർ ഉലൈക ഹബിതത് അഅമാലുഹും വഫി നാരി ഹും ഖാലിദൂൻ. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? മാ കാന ലിൽ മുശ്രികീന അൻ യഅ്മുറു മസാജിദ അല്ലാഹി ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫർ. മുശ്രിക്കീങ്ങൾ എന്നുവെച്ചാൽ ബഹുദൈവാരാധകർ, മുശ്രിക്കീങ്ങൾ അവർ സ്വന്തം നഫ്സില് സത്യനിഷേധം സാക്ഷ്യം വഹിച്ചുകൊണ്ട്, എന്നുവെച്ചാൽ അവർ കാഫിരീങ്ങളായിക്കൊണ്ട് തന്നെ അവരെന്നെ സാക്ഷ്യം വഹിക്കുകയാണ്, അവർ കാഫിരീങ്ങളാണ് എന്ന് അവർ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ മുശ്രിക്കീങ്ങൾക്ക് പള്ളിയുടെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളികൾ, അതിന്റെ പരിപാലനം ചെയ്യാൻ അവർക്ക് അവകാശമില്ല. അത് അവർക്കുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളി പരിപാലിക്കുക എന്നുള്ളത് ഇങ്ങനെ സത്യനിഷേധം കൊണ്ട്, കുഫ്ർ കൊണ്ട് സ്വന്തം സാക്ഷ്യം വഹിക്കുന്ന മുശ്രിക്കീങ്ങൾക്ക് ഉള്ളതല്ല. അവർക്ക് അവകാശമില്ല, അവർക്ക് അവരുടെ അവകാശമല്ലത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണത് ഉലൈക ഹബിതത് അഅമാലുഹും, അവരെങ്ങനത്തെ ആൾക്കാരാണ്? ഹബിതത് അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാണ്, പ്രവർത്തനങ്ങൾ ഇല്ലാതായി പോയതാണ്, നശിച്ചു പോയതാണ്. വഫിന്നാരി ഹും ഖാലിദൂൻ, നരകത്തിലാണെങ്കിൽ അവർ നിത്യവാസികളുമാണ്. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് പറയാണെന്ത്, മുശ്രിക്കീങ്ങളെ അല്ലെങ്കിൽ കുഫാറുകളെ, ചുരുക്കി പറഞ്ഞാൽ തൗഹീദ് ഇല്ലാത്തവരെ അല്ലെങ്കിൽ ഇബാദത്തിൽ ശിർക്ക് സംഭവിച്ച ആൾക്കാർ, അവരുടെ ഇബാദത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വീകരിക്കപ്പെടൂല. അവരുടെ ഇബാദത്തുകൾ എന്താണ്? നിഷ്ഫലമാണ്, അത് നശിച്ചു പോകുന്നതാണ്, ഒന്നും സ്വീകരിക്കപ്പെടില്ല എന്നുള്ളതിന് തെളിവാണ്. കാരണം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്, അവർക്ക് പള്ളി പരിപാലിക്കാൻ അവകാശമില്ല. എന്നിട്ട് അതിന് ശേഷം പറയണം അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയതാണ്. അപ്പൊ അവരുടെ ഇബാദത്ത് എത്ര വലുതാണെങ്കിൽ ശരി, അവർ എത്ര നിസ്കരിച്ചാലും നോമ്പ് പോറ്റാലും ശരി, അവർ ശിർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, സ്വീകരിക്കപ്പെടില്ല. കാരണം പള്ളി പരിപാലിക്കുക, പള്ളി നോക്കി നടത്തുക എന്നുള്ളത് എന്താണ്, വലിയൊരു ഇബാദത്താണ്, സംശയമില്ല, വലിയൊരു ഇബാദത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലി, ആരെങ്കിലും ഒരാൾ ഒരു ഖൈറിലോട്ട് വഴി കാണിച്ചു കൊടുത്താൽ അവന് അതേ പ്രതിഫലം ലഭിക്കും. അപ്പൊ പള്ളി പരിപാലിക്കുന്നത് ഈ ബാബിൽ നോക്കുമ്പോൾ എന്താണ്, ഈ രീതിയിൽ നോക്കുമ്പോൾ എത്രയോ കൂലി കിട്ടുന്ന കാര്യം, എത്ര ആൾക്കാർ നിസ്കരിക്കുന്നതാണ്. പക്ഷെ എന്നാൽ പോലും എന്താണ്, ആ അമല് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്, ഹബിതത് അഅമാലുഹും, അവരുടെ അമല് ഫുള്ള് ബാത്തിലായി പോയതാണ്. അപ്പൊ അവൻ എത്ര നിസ്കരിച്ചാലും ശരി, എത്ര നോമ്പ് പോറ്റാലും ശരി, അവന് ശിർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവന്റെ ഇബാദത്തിൽ ശിർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോയതാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടൂല. ഇതൊരു വ്യക്തമായ തെളിവാണ്. അൽഹംദുലില്ലാഹ്, ഇതൊരു തെളിവ് എന്തിന്റെ, അമല് അല്ലെങ്കിൽ ശിർക്ക് ഇബാദത്തിൽ വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടില്ല എന്നുള്ളത്.